ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 8ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള നോ അവർ വേൾഡ് എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് ആണ്. അതിൽ കാര്യമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ പഠിക്കാനുള്ളത് അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. വിച്ച് ആർ ദ 3 ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻസ് ഓഫ് കേരള? കേരളയെ 3 ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻസ് ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ടല്ലോ. ആ 3 ഡിവിഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹൈലാൻഡ്, മിഡ്ലാൻഡ് ആൻഡ് കോസ്റ്റൽ ഏരിയാസ്. അതായത് മലനാട്, ഇടനാട്, തീരപ്രദേശം. വാട്ട് ഈസ് ദ ആൾട്ടിറ്റ്യൂഡ് ഓഫ് ഈച്ച് ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻസ് ഫ്രം സീ ലെവൽ? ഓരോ ഡിവിഷൻസും നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്നും എത്ര ഉയരത്തിലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കോസ്റ്റൽ ലാൻഡ് ബിലോ 7.5 മീറ്റേഴ്സ്. 7.5 മീറ്റേഴ്സിന് താഴെയാണ് കോസ്റ്റൽ ലാൻഡ് വരുന്നത്. മിഡ് ലാൻഡ് ഈസ് ബിറ്റ്വീൻ 7.5 മീറ്റർ ആൻഡ് 75 മീറ്റർ. 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലാണ് മിഡ് ലാൻഡ്. ഹൈലാൻഡ് എബവ് 75 മീറ്റർ. 75 മീറ്ററിന് മുകളിലാണ് ഹൈലാൻഡ്. വിച്ച് ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻ ഈസ് അഡ്ജസൻറ്റ് ടു ദ ലക്ഷദ്വീപ് സീ? ലക്ഷദ്വീപ് കടലിനോട് അടുത്ത് കിടക്കുന്ന ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻ ഏതാണ്? കോസ്റ്റൽ ഏരിയാസ് ആണ്, അല്ലെങ്കിൽ കോസ്റ്റൽ ലാൻഡ് ആണ്. വിച്ച് ഫിസിയോഗ്രഫിക് കണ്ടീഷൻ ഓഫ് കേരള ഇസ് ലൊക്കേറ്റഡ് നിയർ ദ സ്റ്റേറ്റ് ബോർഡേഴ്സ് ഓഫ് തമിഴ്നാട് ആൻഡ് കർണാടക? കർണാടകയോടും തമിഴ്നാടിനോടും അതിർത്തി പങ്കിടുന്ന, ബോർഡേഴ്സ് പങ്കിടുന്ന ഫിസിയോഗ്രഫിക്കൽ ഏരിയ ഏതാണ്? ഹൈലാൻഡ് ആണ് കേട്ടോ, ഹൈലാൻഡ് ആണ്. ഫ്രം വിച്ച് ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ഡു ഓൾ 44 റിവേഴ്സ് ഓഫ് കേരള ഒറിജിനേറ്റ്? കേരളത്തിലുള്ള 44 റിവേഴ്സും 44 നദികളും എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഹൈലാൻഡിൽ നിന്നാണ്, അതായത് മലനാട്ടിൽ നിന്നാണ്. വിച്ച് ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻ ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹില്ലോക്സ്, റിവേഴ്സ്, വാലീസ് എക്സെട്ര? കേരളത്തിലുള്ള ഏത് ഫിസിയോഗ്രഫിക്കൽ ഡിവിഷനിലാണ് കൂടുതൽ ഹില്ലോക്സ്, കുന്നുകളും അതുപോലെ പുഴകളും പിന്നെ താഴ്വാരങ്ങളും ഒക്കെ ഉള്ളത്? മിഡ്ലാൻഡ്സിലാണ്, ഇടനാട്ടിലാണ്. വിച്ച് ആർ ദ ഡിസ്ട്രിക്ട്സ് പ്രസൻറ്റ് ഇൻ കോസ്റ്റൽ ഏരിയാസ്? കോസ്റ്റൽ ഏരിയാസിൽ പ്രസൻറ്റ് ചെയ്യുന്ന, കോസ്റ്റൽ ഏരിയാസിലുള്ള ഡിസ്ട്രിക്റ്റ് ഏതൊക്കെയാണ്? കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം ആൻഡ് ട്രിവാൻഡ്രം. ഓക്കെ. വിച്ച് ആർ ദ മെയിൻ റെയിനി സീസൺസ് ഇൻ കേരള? കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട റെയിനി സീസൺസ്, മഴക്കാലങ്ങൾ ഏതൊക്കെയാണ്? 2 എണ്ണമാണുള്ളത്. സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ അല്ലെങ്കിൽ കാലവർഷം. സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ എന്നും കാലവർഷം എന്നും പറയും. രണ്ടാമത്തേത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ ഓർ തുലാവർഷം. നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ ആണ്, അതിനെ തുലാവർഷം എന്നും പറയും. വെൻ ഈസ് സമ്മർ ഇൻ കേരള? കേരളത്തിൽ സമ്മർ സീസൺ എപ്പോഴാണ്? വേനൽക്കാലം എപ്പോഴാണ്? ഫ്രം മാർച്ച് ടു മെയ്. മാർച്ച് മുതൽ മെയ് വരെയാണ് കേട്ടോ. ഇൻ വിച്ച് മന്ത് ഡസ് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ ഓർ കാലവർഷം ഒക്കർ? കാലവർഷം അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ ഏതൊക്കെ മാസങ്ങളിലാണ് ഉണ്ടാകുന്നത്? ജൂൺ ടു സെപ്റ്റംബർ ആണ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഇൻ വിച്ച് മന്ത് ഡസ് ദ നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ ഓർ തുലാവർഷം ഒക്കർ? ഇൻ നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ അല്ലെങ്കിൽ തുലാവർഷം ഏത് മാസങ്ങളിലാണ്? ഫ്രം ഒക്ടോബർ ടു നവംബർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ആർ ദ മെയിൻ സോയിൽ ടൈപ്സ് ഇൻ കേരള? കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ, സോയിൽ ടൈപ്സ് ഏതൊക്കെയാണ്? റെഡ് സോയിൽ, അലൂവിയൻ സോയിൽ, ലാറ്ററൈൽ സോയിൽ, ഫോറസ്റ്റ് സോയിൽ, ബ്ലാക്ക് സോയിൽ ആൻഡ് പീറ്റ് സോയിൽ. ഈ സോയിൽ ടൈപ്സ് നിർബന്ധമായിട്ട് പഠിച്ചു പോകണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ കണ്ടീഷൻസ് ദാറ്റ് അഡ്വേഴ്സ്ലി എഫക്റ്റീവ് സോയിൽ? മണ്ണിനെ പ്രതികൂലമായി ബാധിക്കുന്ന കണ്ടീഷൻസ്, കാരണങ്ങൾ എന്തൊക്കെയാണ്? അതായത് മണ്ണിന് ദോഷം ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്, കീടനാശിനികളുടെയും രാസവളങ്ങളുടെയും അമിതമായ ഉപയോഗം. ത്രോവിങ് എവേ പ്ലാസ്റ്റിക് വേസ്റ്റ്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് കൊണ്ട്. അൺസയൻറ്റിഫിക് മൈനിങ്, അശാസ്ത്രീയമായിട്ടുള്ള ഖനനം കൊണ്ട്. അൺസയൻറ്റിഫിക് അഗ്രികൾച്ചർ ആൻഡ് പ്രാക്ടീസ്, അശാസ്ത്രീയമായിട്ടുള്ള കാർഷിക പരിശീലനങ്ങൾ കൊണ്ട്. ഡീഫോറസ്റ്റേഷൻ, കാടുകൾ വെട്ടിത്തളിക്കുന്നത് കൊണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് മെത്തേഡ് ഷുഡ് ബി അഡോപ്റ്റഡ് ഫോർ സോയിൽ കൺസർവേഷൻ? മണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സോയിൽ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? പ്ലാന്റിംഗ് മാൻഗ്രോവ് ഫോറസ്റ്റ്, കണ്ടൽ കാടുകൾ വെച്ച് പിടിപ്പിക്കാം. യൂസിങ് ജിയോ ടെക്സ്റ്റൈൽസ്, കയർ ഭൂവസ്ത്രങ്ങൾ ഉപയോഗിക്കാം. ടെറസ് ഫാമിംഗ് സിസ്റ്റം, തട്ടിതിരിച്ചുള്ള കൃഷി സമ്പ്രദായം. എംബാങ്ക്മെൻറ്റ് ഇൻ കോസ്റ്റൽ ഏരിയാസ്, അതായത് നമ്മളുടെ തീരപ്രദേശങ്ങളിലുള്ള പുൽമുട്ട് നിർമ്മാണം. പിന്നെ അതുപോലെ സ്റ്റോൺ വോൾ ഫെൻസ്, അതായത് മണ്ണൊലിപ്പ് തടയുന്നതിനായിട്ട് നമ്മൾ കൽഭിത്തികൾ നിർമ്മിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് സോയിൽ കൺസേർവ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ 2 ക്വസ്റ്റ്യൻസ് നല്ലതുപോലെ പഠിച്ചു പോവുക കേട്ടോ. ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്.
വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് വേൾഡ് സോയിൽ കൺസർവേഷൻ ഡേ ബൈ യുണൈറ്റഡ് നേഷൻസ്. യുണൈറ്റഡ് നേഷൻസ് സോയിൽ കൺസർവേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ്? December 5 ആണ് കേട്ടോ. പിന്നെ വാട്ട് ആർ ദ മെയിൻ വാട്ടർ സോഴ്സസ് ഇൻ കേരള? കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട വാട്ടർ സോഴ്സസ്, അതായത് വെള്ളത്തിൻ്റെ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? വെൽസ്, കിണറുകളുണ്ട്, റിവേഴ്സ് ഉണ്ട്, പുഴകളുണ്ട്, പോൺസ്, കുളങ്ങളുണ്ട്, ബോർവെൽസ്, കുഴൽക്കിണറുകളുണ്ട്, ലേക്ക്, തടാകങ്ങളുണ്ട്. ഹൗ മെനി റിവേഴ്സ് ആർ ദെയർ ഇൻ കേരള? കേരളത്തിൽ ആകെ എത്ര റിവേഴ്സ് ആണുള്ളത്? 44 റിവേഴ്സ് ആണ്. അതിൽ എത്രയെണ്ണമാണ് കിഴക്കോട്ട്, എത്രയെണ്ണമാണ് പടിഞ്ഞാറോട്ട് എന്നറിയാമല്ലോ നിങ്ങൾക്ക്. 3 കിഴക്കോട്ടും 41 പടിഞ്ഞാറോട്ടുമാണ് കേട്ടോ. വിച്ച് റിവേഴ്സ് ഫ്ലോസ് ഈസ്റ്റ്വാർഡ്? ഈസ്റ്റ്വാർഡിലേക്ക് ഒഴുകുന്ന, അതായത് കിഴക്കോട്ട് അത് ഒഴുകുന്ന 3 നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാറ്. ഈ 3 നദികളാണ്. അതും പഠിച്ചു പോകണം. വാട്ട് ആർ ദ വേസ് ടു കൺസേർവ് വാട്ടർ? ഇനി വാട്ടർ കൺസർവേഷന് വേണ്ടിയിട്ട്, ജലസംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? യൂസ് വാട്ടർ പ്രോപ്പർലി വിത്തൗട്ട് വേസ്റ്റിംഗ് ഇറ്റ്. വെള്ളം ആവശ്യത്തിന് മാത്രം എന്താ ചെയ്യുക, മലിനമാക്കാതെ അല്ലെങ്കിൽ വേസ്റ്റ് ചെയ്യാതെ ഉപയോഗിക്കുക. ബിൽഡ് ബണ്ട്സ്, ബണ്ടുകൾ നിർമ്മിക്കുക. ബിൽഡ് റെയിൻ പിറ്റ്സ്, മഴക്കുഴികൾ നിർമ്മിക്കുക. ബിൽഡ് റെയിൻ വാട്ടർ ടാങ്ക്സ്, മഴവെള്ള സംഭരണികൾ നിർമ്മിക്കുക. ബിൽഡ് ഡാംസ്, ഡാമുകൾ നിർമ്മിക്കുക. പ്ലാന്റ് ട്രീസ്, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. ഇതും പഠിക്കണേ. വാട്ട് ആർ ദ മെയിൻ അഗ്രികൾച്ചറൽ ക്രോപ്സ് ഇൻ ഹൈലാൻഡ്, മിഡ്ലാൻഡ് ആൻഡ് കോസ്റ്റൽ ഏരിയാസ്? ഹൈലാൻഡിലും മിഡ്ലാൻഡിലും കോസ്റ്റൽ ഏരിയാസിലും കാണപ്പെടുന്ന അവിടെ ഉണ്ടാക്കുന്ന പ്രധാന കൃഷി ഇനങ്ങൾ ഏതൊക്കെയാണ്? ക്രോപ്സ് ഏതൊക്കെയാണ്? ഹൈലാൻഡിൽ ടീ, തേയില, കോഫി, പിന്നെ കാർഡമൻ, ഏലക്കായ, ക്ലോവ്സ്, പിന്നെ കോക്കനട്ട്. ഇത്രയാണ് ഹൈലാൻഡിലുള്ളത്. മിഡ്ലാൻഡിൽ റബ്ബർ, കോക്കനട്ട്, കോഫി, ടാപ്പിയോക്ക. കോസ്റ്റൽ ഏരിയാസിൽ കോക്കനട്ട്, പാഡി, ട്യൂബേഴ്സ്. അപ്പോൾ നെല്ല് എവിടെയാണ് കൂടുതൽ ഉണ്ടാക്കുന്നത് എന്ന് അഥവാ ചോദിച്ചാൽ എവിടെ എഴുതുക? കോസ്റ്റൽ ഏരിയാസിലാണ് കേട്ടോ. പാഡീസ്, അതുപോലെ ട്യൂബേഴ്സ്, കിഴങ്ങുകളൊക്കെ കോസ്റ്റൽ ഏരിയാസിലാണ്. അപ്പോൾ ഇത് ഓരോന്നും പഠിച്ചു വയ്ക്കാം. ഓരോ ഇനങ്ങൾ എവിടേക്കാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് ഉണ്ടാക്കുന്ന ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് നെസസറി ഫോർ അഗ്രികൾച്ചറൽ പ്രോസ്പെരിറ്റി? കാർഷിക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഫെർട്ടൈൽ സോയിൽ, നല്ല വളക്കൂറുള്ള മണ്ണെടുക്കാം. ഗുഡ് സീഡ്സ്, നല്ല വിത്തുകൾ. ഗുഡ് വെതർ, നല്ല കാലാവസ്ഥ വേണം. ഇറിഗേഷൻ ഫെസിലിറ്റീസ്, മോഡേൺ ടെക്നോളജി, അതായത് ജലലഭ്യതയും അതുപോലെ ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആധുനിക ടെക്നോളജികൾ ഉണ്ടെങ്കിൽ നമുക്ക് കൃഷിയിൽ നല്ല മെച്ചം ഉണ്ടാക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ഫെസ്റ്റിവൽസ് റിലേറ്റഡ് ടു വെതർ ആൻഡ് ടോപ്പോഗ്രഫി? കാലാവസ്ഥയെയും അതുപോലെ ടോപ്പോഗ്രഫിയെയും റിലേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽസ്, ആഘോഷങ്ങൾ അല്ലെങ്കിൽ ഉത്സവങ്ങൾ എന്തൊക്കെയാണ്? ഓണം, വിഷു, പൊങ്കൽ, ബോട്ട് റേസ്, അതായത് വള്ളം കളി, ബുൾ ഫൈറ്റിംഗ് കോമ്പറ്റീഷൻ, അതായത് കാളപൂട്ട് മത്സരം, നിറപുത്തരി. ഇതെല്ലാം നിങ്ങൾക്ക് അതിലെഴുതാവുന്നതാണ്. വാട്ട് ആർ ദ എംപ്ലോയ്മെൻറ്റ് സെക്ടർ റിലേറ്റഡ് ടു അഗ്രികൾച്ചർ? കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് സെക്ടേഴ്സ്, തൊഴിലുകൾ ഏതൊക്കെയാണ്? ഫിഷ് ഫാമിംഗ്, പോൾട്രി ഫാമിംഗ്, അതായത് മത്സ്യബന്ധന കേട്ടോ. പിന്നെ ഡക്ക് ഫാമിംഗ്, താറാവ് കൃഷി. കാറ്റിൽ ഫാമിംഗ്, കാലി വളർത്തൽ. ഹണി കളക്ഷൻ, തേൻ ശേഖരിക്കൽ. ടാപ്പിംഗ്. ഇതെല്ലാം നമുക്ക് അഗ്രികൾച്ചറൽ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് സെക്ടേഴ്സ് ആണെന്ന് പറയാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം സം ഓഫ് ദ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്? പ്രകൃതി ദുരന്തങ്ങൾ. കുറച്ച് പ്രകൃതി ദുരന്തങ്ങൾക്ക് എക്സാമ്പിൾ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. സൈക്ലോൺ, ഫോറസ്റ്റ് ഫയർ, എർത്ത് ക്വേക്ക്, ലാൻഡ് സ്ലൈഡ്, ഫ്ലഡ്, സുനാമി. എന്തൊക്കെയാണ് മക്കളെ? കാട്ടുതീയുണ്ട്, ഭൂമികുലുക്കമുണ്ട്, അതുപോലെ മണ്ണൊലിപ്പുണ്ട്, ലാൻഡ് സ്ലൈഡ് ഉണ്ട്, പിന്നെ മണ്ണിടിച്ചിലുണ്ട്, ഫ്ലഡ് ഉണ്ട്, അതായത് പ്രളയമുണ്ട്, സുനാമി ഉണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടുവരുന്ന കുറച്ച് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സാണ്, അതായത് പ്രകൃതി ദുരന്തങ്ങളാണ് കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ വരാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ നമ്മൾ സോയിൽ കൺസർവേഷനും അതുപോലെ വാട്ടർ കൺസർവേഷനും വേണ്ടിയിട്ട് കുറച്ച് മുൻകരുതലുകൾ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതിയില്ലേ? അതായത് പ്ലാന്റിങ് ട്രീസ്, പിന്നെ ടെറസ് ഫാമിംഗ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയില്ലേ? അതൊക്കെ നമുക്കിതിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ, പിന്നെ അതുപോലെ കുന്നുകളും വയലുകളും നികത്താതിരുന്നാൽ, മലകൾ നികത്താതിരുന്നാൽ, കോറികൾ ഉണ്ടാക്കാതിരുന്നാൽ, പാടങ്ങൾ മണ്ണിട്ട് മൂടാതിരുന്നാൽ, അതുപോലെ മരങ്ങൾ വെട്ടി നശിപ്പിക്കാതിരുന്നാൽ, പിന്നെ പുഴകൾ നശിപ്പിക്കാതിരുന്നാൽ, മഴവെള്ളം മണ്ണിലേക്ക് താഴ്ന്നു പോകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയാൽ, പിന്നെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത് കുറച്ചാൽ, നമ്മളുടെ ഇൻ്റർലോക്കിംഗ് സിസ്റ്റം കുറച്ചാൽ, അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ എഴുതി ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ മക്കളെ, നമ്മൾ ഈ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് നല്ലതുപോലെ നോക്കി പോവുക. ഞാൻ ബൈഹാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ബൈഹാർട്ട് ചെയ്യുക തന്നെ ചെയ്യുക. ഓക്കെ, വരാൻ ഒരുപാട് സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ് ഞാൻ ബൈഹാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ബൈഹാർട്ട് ചെയ്യുക. അപ്പോൾ മറ്റ് വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ തുടർന്നും അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തേക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്